സർവകലാശാല ചരിത്രത്തിൽ ആദ്യമായായിരിക്കും ഇത്തരത്തിലൊരു സുരക്ഷാ വലയം. പ്രധാന കവാടത്തിൽ പോലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനമില്ലാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. ഇത് വിദ്യാർത്ഥികളെ ഏതു തരത്തിൽ ബാധിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമലി ബസ് സ്റ്റോപ്പ് നമുക്ക് അവിടെയാണ്. അപ്പൊ അവിടുന്ന് കറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം സാധാരണ നടക്കുന്നതിൽ ഒരുപാട് ദൂരം നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഓട്ടോ വിളിച്ചിട്ടായാലും ഇപ്പൊ എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നൊന്നും ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വരാനാണെങ്കിലും പോകാനാണെങ്കിലും. ഇപ്പോൾ ഹോസ്റ്റലേഴ്സ് രാവിലെ തിങ്കളാഴ്ച ദിവസമാണ്, എല്ലാവരും വീട്ടിൽ നിന്ന് വരുന്ന ദിവസമാണ്. അപ്പോൾ ആ ഒരു എൻട്രൻസ് അതുവഴി ആക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല വഴി വരുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. ഇങ്ങനെ ചുറ്റി ഇറങ്ങിയാണ്ടാണ് വരുന്നത്. ആകെ ബാധിക്കുന്നുണ്ട്. എന്റെ വീട് മമ്പാടാണ്, അത്രയും ദൂരത്തുനിന്ന് വരികയാണ്. അപ്പം വളഞ്ഞ് വഴിയിലൂടെ വരുമ്പോൾ ഓട്ടോക്കാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഹെൽത്ത് വൈസ് ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് വരികയാണ്. അപ്പം ചെറിയൊരു ഒരാള് ഒരു ഗവർണർ ഒരു ഉന്നത പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ എങ്കിൽ കൂടി സാധാരണ വിദ്യാർത്ഥികളുടെ പ്രാഥമിക ഒരു യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാലയിൽ വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾക്ക് വരെ എങ്ങനെ വരിക പോവുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വരെ എങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ അത് മെയിനായിട്ട് ബുദ്ധിമുട്ട്. ഡേ സ്കോളേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ബസ് അവിടെ നിർത്തുക, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു വഴി വളഞ്ഞ് വേണം വരാൻ. ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ വഴി കൂടെ വന്നാൽ ഇവിടേക്കുള്ള വഴിയാണല്ലോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ ഡെയിലി വരുന്നവർക്ക്.